ശാശ്വതീകാനന്ദയുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരണം. പ്രിയൻ എന്ന വാടക കൊലയാളിയാണ് ശാശ്വതീകാനന്ദയെ കൊന്നതെന്ന് കൂട്ടുപ്രതിയ സജീഷിന്റെ വെളിപ്പെടുത്തൽ. കൊല നടത്തിയത് വെള്ളാപ്പള്ളിക്ക് വേണ്ടിയെന്നും സജീഷ് വെളിപ്പെടുത്തി. പ്രവീണിനെ പ്രിയൻ കൊന്നത് ശാശ്വതീകാനന്ദയുടെ കൊല പുറത്തറിയാതിരിക്കാനെന്നും സജീഷ് പറഞ്ഞു. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത് പ്രിയനാണ് സ്വാമിയെ വധിച്ചത് എന്നാണ് പ്രവീൺ വധക്കേസിൽ പ്രിയന്റെ കൂട്ടുപ്രതിയായ സജീഷ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെയും നിർദ്ദേശപ്രകാരം പ്രിയനും സംഘവും ശാശ്വതീകാനന്ദയെ വധിക്കുകയായിരുന്നുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പ്രിയന്റെ ആത്മമിത്രവും പ്രവീൺ വധക്കേസിലെ കൂട്ടുപ്രതിയുമായ സജീഷ് നടത്തിയിരിക്കുന്നത്. ശാശ്വതീകാനന്ദയെ വധിച്ച സംഘത്തിൽ പ്രിയനൊപ്പം പ്രവീണും ഉണ്ടായിരുന്നു. വിവരം പുറത്തറിയാതിരിക്കാനാണ് പ്രവീണിനെ കൊലപ്പെടുത്തിയതെന്നും സജീഷ് വ്യക്തമാക്കുന്നു. വെള്ളാപ്പള്ളിയും പ്രിയനായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടുപ്പാണ് അവർ തമ്മിൽ. ഈ കേസ് പ്രിയനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്, സ്വാമിയുടെ കൊലപാതകം പ്രിയനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് വെള്ളാപ്പള്ളി നടക്കുന്ന മകൻ തുഷാറും കൂടിയിട്ടാണ്. ഇത് കൂട്ടത്തിലുള്ള ആരും വിളിക്കാതെ പ്രവീണ വിളിച്ചുകൊണ്ട് ആരാധന തിരിക്കാൻ വേണ്ടി അത്ര ബുദ്ധിപൂർവ്വമാണ് പ്രവീണ വിളിച്ചുകൊണ്ട് പോയത്. പക്ഷേ പ്രവീൺ വെള്ളടിച്ചിങ്ങനെ പുറത്ത് പറയണതുകൊണ്ട് അവന് ഭയങ്കര കഷ്ടകാലമായി അവൻ വിചാരിക്കാത്ത സംഭവമായിരുന്നത്. പ്രവീൺ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളിയും തുഷാറും കൂടി തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിന് പ്രവീണ കൊല്ലുന്നത്. വെള്ളാപ്പള്ളിയുടെയും തുഷാറിന്റെയും ഒത്താശ പ്രകാരമാണ് പ്രവീണിനെയും വധിച്ചത്. വെള്ളാപ്പള്ളിയുടെ കയ്യിൽ നിന്നും തനിക്ക് 10 ലക്ഷം രൂപ വാങ്ങിത്തരാമെന്ന് പ്രിയൻ പറഞ്ഞതായും സജീഷ് വെളിപ്പെടുത്തി. വെള്ളാപ്പള്ളിക്ക് സംരക്ഷണം നൽകുന്നത് പ്രിയന്റെ ഗുണ്ടകനാണെന്നും സജീഷ് പറഞ്ഞു. അവൻ പറഞ്ഞു, അറിയാൻ നീ ഒരു കാരണം കൊണ്ടും പിടി കൊടുക്കരുത്. എന്നെപ്പോൾ വെള്ളാപ്പള്ളിയും തുഷാറും ഇപ്പം സഹായിച്ചിട്ടില്ല. ഇപ്പം സഹായിച്ച് പുറത്തറിയെന്ന് വെച്ചിട്ട് അവർ പറഞ്ഞ് സാവധാനം ചെയ്യാമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പം നിനക്ക് എന്തായാലും ഞാൻ നിനക്ക് 10 ലക്ഷം രൂപ ഞാൻ തരാം. ഇപ്പം നീ എവിടെയെങ്കിലും പിടി കൊടുക്കാതെ നിന്നോ. ആ ഒറ്റ ബലത്തിൻ്റെ പേരിലാണ് അവനെ സഹായിക്കാമെന്ന് പറഞ്ഞ ധൈര്യത്തിൻ്റെ പേരിലാണ് ഞാൻ ഇത്ര കൊല്ലമായിട്ട് ഒളിവിൽ നിൽക്കുന്നത് തന്നെ. സ്വാമിയെയും പ്രവീണിനെയും ഇല്ലാതാക്കിയതുപോലെ വെള്ളാപ്പള്ളിയും പ്രിയനും ചേർന്ന് തന്നെയും അപായപ്പെടുത്തുമെന്ന് ഭയമുണ്ടെന്നും സജീഷ് പറഞ്ഞു. അവർ വലിയ വലിയ ആൾക്കാരാണ്. അവൻ്റെ അടുത്ത് അതിനുള്ള പിള്ളേരുകളുണ്ട്. വെള്ളാപ്പള്ളിയുടെ അടുത്തും തുഷാറിൻ്റെ അടുത്തും പൈസയുണ്ട്. അപ്പോൾ എന്നെ എന്ത് വേണമെങ്കിൽ അവർക്ക് ചെയ്ത് കളയാം. സ്വാമിനെ ചെയ്ത പോലെയോ അല്ലെങ്കിൽ പോയി പ്രവീണ ചെയ്ത പോലെയോ വേറെ ആരെങ്കിലും വെച്ച് തന്നെ ചെയ്യിപ്പിക്കുക അവർക്ക്. 2005 ഫെബ്രുവരി 15 പ്രവീൺ കൊല്ലപ്പെടുന്നത്. കൊലപാതകം നടന്ന് 9 വർഷത്തോളം ഒളിവിലായിരുന്ന സജീഷ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 15 വടകരയിൽ വെച്ച് പോലീസ് പിടിയിലായി. ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുകയാണ് സജീഷ്. PV കുട്ടൻ, കോഴിക്കോട്.